അപ്പോൾ ഈ വണ്ടി കുതിച്ച് ചാടി പൊങ്ങി പോകുന്നത് നമ്മൾ കണ്ടു ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും. അതെങ്ങനെയാണ് പോയത്, എന്ത് എൻജിൻ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറച്ച്, അത് എനിക്ക് തോന്നുന്നില്ല അധികം മലയാളികൾ ഓൺ ചെയ്തിട്ടുണ്ടോയെന്ന് തന്നെ ഈ വണ്ടി, ഏറ്റവും കുറച്ച് മലയാളികൾ മാത്രമായിരിക്കും ഈ വണ്ടി ഓൺ ചെയ്തിട്ടുള്ളത്. ആ ഒരു വണ്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ കൂടെ നിന്നുള്ളതാണ് 2020 മെഴ്സിഡീസ് ജി വാഗൺ G63 AMG. ഏതൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയാലും ഒരു തവണയെങ്കിലും റിവ്യൂ ചെയ്യാനും ഒന്ന് ഓടിച്ചു നോക്കാനും കൊതിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ല ഈ വണ്ടി. നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ ഇന്ന് ഈ വണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ വണ്ടിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് 1970s ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇതൊരു മിലിറ്ററി വെഹിക്കിളായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 40 years ആയിട്ട് ഇത് യാതൊരു ചേഞ്ചും ഇല്ലാതെ തുടർന്നുകൊണ്ടിരുന്നൊരു വണ്ടിയാണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 വരെ റീഡിസൈനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2018 കഴിഞ്ഞിട്ട് പുതിയ റീഡിസൈനിങ്ങോട് വന്ന മോഡലാണിത്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത്ത് എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർ സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ. നമുക്ക് കുറച്ചും കൂടെ ഒരു ബോക്സി ലുക്ക് തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് കോഡ് W463. ഇതൊരു സെക്കൻഡ് ജനറേഷൻ മോഡലാണ്. നേരത്തെ പറഞ്ഞ പോലെ 2018 ഇത് റീഡിസൈൻ ചെയ്തത്. പക്ഷേ ഓവറോൾ ഒരു ആ മിലിറ്ററി സ്റ്റൈൽ ലാർജ് ബോക്സി ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി ഇന്ന് നിങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴ്സിഡീസ് പറയുന്നത് ഒരു 2 year എങ്കിലും വെയിറ്റിംഗ് ടൈം വരെ മെഴ്സിഡീസ് പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ വണ്ടി തന്നെ $60,000 എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത്. 50-60,000 ഒക്കെ എക്സ്ട്രാ കൊടുത്ത് വണ്ടി വാങ്ങിക്കാനായിട്ട് ആളുകൾ ക്യൂ ആണ്. ഓവർ ആസ്കിംഗ് പ്രൈസിനാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിന് ഇഷ്ടപ്പെട്ട വണ്ടി, ഒരുപാട് സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ള വണ്ടി, എന്താണ് ഈ വണ്ടി ഇത്രയും എക്സ്പെൻസീവ് ആക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോക്സി ലുക്കാണ്. പഴയ ബോക്സി ലുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുഡിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിസൈനാണ്, നമ്മൾ G-Wagonൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ഡിസൈനാണ്. അതുകൂടാതെ ഇതിൻ്റെ ഹുഡ് അത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. 1970s തൊട്ട് ആ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ് അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ റീഡിസൈനിൽ അതിനൊരു സർക്കുലർ ഷേപ്പിലുള്ള DRLs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു AMG സ്പെസിഫിക് ഗ്രില്ലാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള സ്ലാറ്റ്സ് ഉള്ള ഗ്രില്ല്. റെഗുലർ AMG വേർഷനിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ്. അപ്പം ഫ്രണ്ടിൽ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള AMG സ്പെസിഫിക് ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് റെഗുലർ മോഡൽസിനെക്കാട്ടിലും ഒരുപാട് വലുതാണ്. അപ്പം ഈ ബമ്പറിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഒരുപാട് വെൻസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഈ AMGയുടെ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബമ്പറിൽ തന്നെ ഒരു ബ്രഷ് ഗാർഡ്, നമ്മുടെ നാട്ടിലുള്ള വണ്ടിയിലൊക്കെ കണ്ടുവരുന്ന പോലെ ഒരു ക്രാഷ് ഗാർഡ് പോലത്തെ ഒരു ഇത് കൊടുക്കാം. അത് പല കളേഴ്സിലുണ്ട്. ആൻഡ് $1,500 ആണ് അതിൻ്റെ ഒരു ഓപ്ഷണൽ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്കിഡ് പ്ലേറ്റ് ആണ്. ഇത് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഒരുപാടുള്ളൊരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് കളറിലുള്ളൊരു സ്കിഡ് പ്ലേറ്റും ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഫീച്ചർ നമ്മൾ എടുത്ത് കാണുന്നത് ആദ്യം തന്നെ 22 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് AMGയുടെ
7 ഡ്യുവൽ സ്പോക്ക് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. അതല്ലാതെ AMGയുടെ തന്നെ റെഡ് കാലിബേഴ്സ് ആണ്, ബ്രേക്ക് കാലിബേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് വന്നിരിക്കുന്നത് വെച്ചാൽ സ്ലോട്ടഡ് ബ്രേക്ക് റോട്ടേഴ്സ് ആണ്. അതൊരു എടുത്തു പറയേണ്ട ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു വലിയ ഫെൻഡർ തന്നെയാണ് മറ്റേ ടയറിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്. അത് ഒരു നല്ല കിടിലൻ ലുക്കായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ഡോർ ലോക്കിങ്ങിൻ്റെ സൗണ്ടും ആ ഒരു ഡോർ അടയ്ക്കുന്ന ഒരു സൗണ്ടുമാണ്. ഇത് പണ്ടത്തെ ആ ഒരു പഴയ മെക്കാനിക്കലായിട്ടുള്ള സൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഴ്സിഡീസ് ഇപ്പോഴും ഇതിൻ്റെ ആ ഒരു കീലെസ് എൻട്രി സിസ്റ്റം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ബോക്സിയാണ്. ഓവറോൾ ഈ കാർ ബോക്സിയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയിൽ ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരിതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻറ്റയർ കാറിൻ്റെ സൈഡിലൂടെ പോകുന്നതും റെയിൻ ഗട്ടേഴ്സ് അത് എക്സ്പോസ്ഡ് ആണ്. വേറെ ഒരു വണ്ടിയിലും അങ്ങനെ റെയിൻ ഗട്ടേഴ്സ് എക്സ്പോസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു കൂൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഈ വണ്ടിയിൽ വരുന്ന സൈഡ് വിൻഡോസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പാണ്. അതെല്ലാം ഒരു ബോക്സി ഡിസൈൻ പാറ്റേണിൻ്റെ ഭാഗമാണ്. പിന്നെ എൻറ്റയർ ബോഡി ലൈനിൽ ഒരു എക്സ്ട്രാ ട്രിം പീസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു ടയർ അതിൻ്റെ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ടയർ മൗണ്ട് ചെയ്തേക്കുന്നത് ജി വാഗൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ സൈഡിൽ ബോക്സി ഡിസൈൻ തന്നെ കുറച്ചൊരു കേർവി ആയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ഒരു റീഡിസൈനിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഒരു ക്യാപ്പ് പോലെ അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചേക്കുന്ന റിവേഴ്സ് ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും മഡ് അടിച്ച് കയറില്ല. ഇപ്പോൾ സ്നോ ഉള്ള ദിവസങ്ങളാണ്, സ്നോ ഒന്നും അടിച്ച് കയറില്ല. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ മാത്രം ഈ ക്യാപ്പ് ഓപ്പൺ ആവും, റിവേഴ്സ് ക്യാമറ പുറത്തേക്ക് വരും. റീഡിസൈനിന് മുന്നേ റിവേഴ്സ് ക്യാമറ ആക്ച്വലി റൂഫിലാണ് ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതും ഈ പർട്ടിക്കുലർ സെക്കൻഡ് ജനറേഷൻ ആണോ എന്ന് അറിയാനുള്ളൊരു ഇതാണ്. അതെ. പിന്നെ നമ്മുടെ ട്രങ്ക് ഡോറ് ബാക്കിയുള്ള വണ്ടികളിലെല്ലാം കാണുന്ന പോലെ പവർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ട്രങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് സൈഡ് വേസ് ആണ്. ചിലപ്പോൾ ടൈറ്റ് സ്പേസിലൊക്കെ ചിലപ്പോൾ ഒരു തുറക്കാനായിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷേ G-Wagonൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഇത്. പിന്നെ അതുമല്ല ഇതിൻ്റെ മെക്കാനിക്കലി നല്ല സൗണ്ട് ഇതിൻ്റെ ബാക്ക് ഡോറിനും കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് G63 AMGയുടെ ട്രങ്ക് സ്പേസ്. വളരെ ടോൾ ആയിട്ടൊരു ട്രങ്ക് സ്പേസ് ആണ്. ഇവൻ നമുക്ക് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനും ഈ ബെഡ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ വീൽ ആർച്ചസ് അത് രണ്ട് സൈഡിലേക്കും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നാരോ ബോഡിയാണ്. ഈ വണ്ടി 0-ൽ നിന്ന് നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് എടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഒരു 2 ഇഞ്ചെങ്കിലും പൊങ്ങിയിട്ടാണ് കുതിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് G-Wagonൻ്റെ 4 എക്സോസ്റ്റ് എന്നുള്ള ആ നോട്ട്സ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബാഡ്ജ് എന്ന് പറഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസ് ഷോക്കിൾ പ്രൂവ്ഡ് എന്നാണ്. അത് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് G-Wagons ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓസ്ട്രിയൻ മൗണ്ടൻ്റെ പേരാണ്. അപ്പോൾ അത് സിമിലർ ടു ജീപ്പിൻ്റെ റൂബിക്കോണിലൊക്കെ ഉള്ള ട്രെയിൽ റേറ്റഡ് പോലെ ഒന്നും ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ് ഓഫ് റോഡിങ് ഇത് കാണിക്കുന്ന ഒരു ബാഡ്ജാണ്. അപ്പോൾ ഇതാണ് G63 AMGയുടെ ഇൻറ്റീരിയർ. ഇത് പ്രീവിയസ് മോഡലിൽ നിന്ന് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ഒരുപാട് ടെക്നോളജി ആൻഡ് ഒരുപാട് പ്രീമിയം മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടാണ് ഈ ഇൻറ്റീരിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം.
ഓവറോൾ ഈ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റം കമ്പയർഡ് ടു പ്രീവിയസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതും ഇൻറ്റീരിയർ സ്പേഷ്യസ് ആക്കുന്നുണ്ട്. ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ് ഡാഷ്, ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. രണ്ടും 12.3 ഇഞ്ച് നല്ല ഹൈ ക്വാളിറ്റി സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്രീൻ കണ്ടു, ഇത് ഫുള്ളി ഡിജിറ്റൽ ആണെങ്കിലും ഇത് ഒരു ടച്ച് സ്ക്രീൻ അല്ല. അപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ലക്ഷറിയസ് ആണ് കമ്പയർഡ് ടു പ്രീവിയസ് മോഡൽസ്. ആൻഡ് ഇതിൻ്റെ ഇതൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ അത് ഇതിനകത്ത് അക്സെപ്റ്റബിൾ ആയിട്ടൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ സ്ക്രീൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാക്ക് പാഡ് പോലെയുണ്ട്, നമ്മുടെ മൗസ് പോലെ. നമുക്കിവിടെ കൈകൊണ്ട് നമുക്ക് റോൾ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിൻ ഫീച്ചേഴ്സ്. മീഡിയ, ഫോൺ, വെഹിക്കിൾ സിസ്റ്റംസ് എല്ലാം താഴത്തെ നമ്മൾ നേരത്തെ കണ്ട ട്രാക്ക് പാഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആംബിയൻ ലൈറ്റും പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. ഈ വണ്ടി ഓഫ് റോഡ് കേപ്പബിൾ വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിക്കുന്ന 3 ബട്ടൺസാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ എല്ലാ ഡിഫറൻഷ്യൽ ലോക്സും ലോക്ക് ചെയ്യാനുള്ള ബട്ടൺസാണ്. ഈ വണ്ടിയിൽ 3 ഡിഫറൻഷ്യൽസ് ഉണ്ട്, ഫ്രണ്ട്, സെൻറ്റർ ആൻഡ് റിയർ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വളരെ റെയർ വണ്ടിയിൽ ഒന്നാണിത്. ഇവിടെ ഈ ഡിഫറൻഷ്യൽ ലോക്സിൻ്റെ ബട്ടൺസ് വരുന്ന സ്ഥലത്ത് അത് G63 വാഗൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബിക്കോസ് ബാക്കി എല്ലാ മെഴ്സീഡീസ് വണ്ടികളിലും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ തന്നെ ഒരു വെൻറ്റാണ് ഇവിടെ വരുന്നത്, ഈ ബട്ടൺ ഇല്ലാതെ വരുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ സ്പേസ് ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞു. അതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഗിയർ ലിവർ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലേക്ക് മാറി എന്നുള്ളതാണ്. ഇതിനൊരു ആക്റ്റീവ് എക്സോസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ നോട്ട് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ലോ റേഞ്ച് ഓപ്ഷനാണ്. അതും വളരെ ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. ഓഫ് റോഡിന് വളരെ ഹാൻഡി ആയിട്ട് വരുന്നതാണ്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പറയേണ്ട 2 ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സസ്പെൻഷൻ്റെ സിമ്പിൾ ഉള്ളതാണ്. അത് ഈ വണ്ടിക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് മോഡ്സ് ഓഫ് സസ്പെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പോർട്ട് സസ്പെൻഷനായി. ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പോർട്ട് പ്ലസ് ആയി. ആൻഡ് തിരിച്ച് നമുക്ക് കംഫർട്ടിലേക്കും പോവാം. ഈ ലെറ്റർ M ആൻഡ് ഗിയേഴ്സിൻ്റെ പടം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാനുവൽ മോഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രാബ് ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളതായതുകൊണ്ട് പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന ആൾക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അത് കൂടാതെ നമുക്ക് ബർമസ്റ്ററിൻ്റെ ഒരു പ്രീമിയം സൗണ്ട് സിസ്റ്റം, ഹീറ്റഡ് ആൻഡ് കൂളിംഗ് സീറ്റ്സ് വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഡോർ പാനലിൽ തന്നെയാണ്. അതുകൂടാതെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി റെഡ് ലെതർ ഫിനിഷാണ് വന്നിരിക്കുന്നത്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഐ തിങ്ക് ഈ പർട്ടിക്കുലർ റെഡ് കളർ എന്ന് പറയുന്ന ഒരു കസ്റ്റം സ്റ്റിച്ചിങ് എന്ന് തോന്നുന്നു. ഇത് ഒരുപാട് ഓപ്ഷൻസ് G വാഗണിൽ വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി പ്രീമിയം ഓപ്ഷൻസ് ആണ് ഈ റെഡ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഈ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്ന ഒരു പവർ അഡ്ജസ്റ്റഡ് സീറ്റാണ്. നമുക്ക് വളരെ ഈസി ആയിട്ടൊരു കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷൻ കൊണ്ടുവരാം. ഒരുപാട് ബോൾസ്റ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിനകത്തൊരു മസാജിൻ്റെ ഫീച്ചറുണ്ട്. അതിൽ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഹോട്ട് റിലാക്സിങ് ബാക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. അപ്പോൾ അത് ഇപ്പം ശരത് ബ്രോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബാക്കിൽ ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് എത്ര ദൂരം വേണേലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട്. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നല്ല മസാജ് ഒക്കെ കൊണ്ട് ഡ്രൈവ്. അതെ. അപ്പോൾ ഈ ഗേജ് ക്ലസ്റ്ററും ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ അതിനകത്തുള്ള കൺട്രോൾസും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സ്റ്റിയറിങ്ങിൽ തന്നെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിന് വന്നിരിക്കുന്നത് വെച്ചാൽ 360 ഡിഗ്രി ക്യാമറയാണ് വന്നിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാമറയാണ്. അതുമാത്രമല്ല നമുക്കിതിൻ്റെ പല ആംഗിള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ആക്ച്വലി ഒരു G വാഗണിൻ്റെ തന്നെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ 360 വ്യൂവിൽ. ബാക്കി പല വണ്ടികളിലും വേറെ ഏതെങ്കിലും വണ്ടിയുടെ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് എക്സാക്ട്ലി G വാഗണാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പറി, ഇൻഡിവിജ്വൽ, കംഫർട്ട്, സ്പോർട്ട് പ്ലസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടി നമ്മൾ നേരത്തെ കണ്ടു മാനുവൽ മോഡിൽ വിടാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോവാം. ഫ്രണ്ടിലെ പോലെ തന്നെ ഹൈലി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ
പ്രീമിയം ഫിനിഷ്, റെഡ് ലെതർ ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഹൈലി പ്രീമിയം ആയിട്ടുള്ള ലുക്കാണ്. അതുകൂടാതെ ഹീറ്റഡ് സീറ്റ്സ് ഉണ്ട്, എയർ വെൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിലെ ടെമ്പറേച്ചറെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അതുകൂടാതെ റിക്ലൈനർ ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ചെസ്റ്റ് ചെറുതായിട്ട് ലെഗ് റൂം ചിലപ്പോൾ വലിയ SUV-കളെ സംബന്ധിച്ച് കുറവാണെന്ന് തോന്നിയാലും അത്ര മോശം ലെഗ് റൂമൊന്നുമല്ല. നമുക്ക് കാലൊക്കെ അടിയിലേക്ക് വെച്ചിട്ട് ഇരിക്കാം. അതുകൂടാതെ നല്ല ഹെഡ് റൂം ഉണ്ട്. നല്ല ഹൈറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഈവൻ കിഡ്സ് ഉണ്ടെങ്കിൽ കിഡ്സിൻ്റെ കാർ സീറ്റ് വെക്കാനായിട്ട് വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടാണ് ഹുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കുതിച്ച് ചാടി പൊങ്ങി പോകുന്നത് നമ്മൾ കണ്ടു ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും. അതെങ്ങനെയാണ് പോയത്, എന്ത് എൻജിൻ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു സാധാരണ മെഴ്സിഡീസിൽ ഒന്നും കണ്ടുവരുന്നൊരു എൻജിൻ അല്ല. ഇത് AMG ആണ്, പെർഫോമൻസ് എൻജിനാണ്. ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് V8 4-cylinder എൻജിനാണ്. കേട്ടല്ലോ, ഹാൻഡ് ക്രാഫ്റ്റഡ്, നോട്ട് ദ പോയിന്റ്. ഓരോ ഇതും ഇൻഡിവിജ്വലി ഡിസൈൻഡ് ആൻഡ് സ്പെക്ഡ് ആണ്. അപ്പോൾ ഈ എൻജിൻ്റെ പെർഫോമൻസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 577 ഹോഴ്സ് പവർ ആൻഡ് 627 pound-feet ഓഫ് ടോർക്കാണ്. അപ്പോൾ അത് 2500 RPM ഫുൾ പവർ ടോർക്ക് അവൈലബിൾ ആണ്. 2020 മെഴ്സിഡീസ് G63 വാഗൺ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വണ്ടിയിൽ ഇരിക്കുന്നത് തന്നെ ഒരു ഭയങ്കര കമാൻഡിങ് ആയിട്ടൊരു പൊസിഷനിലാണ്. ഭയങ്കര പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ്. നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ വണ്ടി ഫ്രണ്ടിലേക്ക് അങ്ങ് പോവും. ഇതൊരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ആൻഡ് നമുക്കിത് മാനുവൽ മോഡിലും പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഇതിനേക്കാളും സ്പോർട്ടി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു സിറ്റി റോഡിലായതുകൊണ്ട് നമ്മൾ വളരെ മോഡറേറ്റ് ആയിട്ടേ ഓടിക്കുന്നുള്ളൂ. ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലാണ് നമ്മളിരിക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ ടേൺ സിഗ്നൽസ് ഒക്കെ ഇവിടെ സീറ്റിലിരിക്കുമ്പോൾ തന്നെ കാണാം. സ്പോർട്സ് പ്ലസിലാണ് നമ്മൾ. ചുമ്മാ ആക്സിലേറ്ററൊന്നും കാല് വയ്ക്കണ്ട, നമ്മൾ കുതിച്ച് പോകുന്നു. അതാണ് വണ്ടി. സൗണ്ട് കേട്ടോ, എന്താല്ലേ സ്പോർട്സ് പ്ലസ് മോഡിൽ ആ എക്സോസ്റ്റിൻ്റെ 4 എക്സോസ്റ്റിൻ്റെ നോട്ടും ഭയങ്കര രസമാണ് കേൾക്കാൻ തന്നെ. അപ്പോൾ ഈ G63 AMGയിൽ മെഴ്സിഡീസിൻ്റെ ആ ലക്ഷറി, നമ്മുടെ 12.3 ഇഞ്ചിൻ്റെ 2 വലിയ സ്ക്രീൻ, AMGയുടെ ആ ഒരു പെർഫോമൻസ്, G വാഗൻ്റെ ഓഫ് റോഡിങ് എല്ലാം കൂടെ 3-in-1 എന്ന് പറയാവുന്ന ഒരു വണ്ടിയാണ്. അതുകൂടാതെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ റേഞ്ച് റോവറിനെയൊക്കെ കിങ് ഓഫ് ദ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ എംപറർ എന്ന് പറയാം. എവിടെ പോയാലും ആൾക്കാർ ഒന്ന് നോക്കും, ഇതേതായി വണ്ടി. അതുപോലെ എടുത്തു കാണിക്കുന്ന ഒരു ലുക്ക് തന്നെയാണ്. സ്റ്റിഫായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, അത് സ്പോർട്ടി ആയിട്ടുള്ള വെഹിക്കിൾ ആയതുകൊണ്ടായിരിക്കും. സോ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് ഓഫ് ഫീച്ചർ ഉണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാനും പറ്റുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ കംഫർട്ട് മോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V8 എൻജിനാണെങ്കിലും 4 സിലിണ്ടർ മാത്രമാണ് വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ 4 സിലിണ്ടർ ഓഫായിട്ട് ഇത്തിരി എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട്, എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മുതലാളി ഒന്ന് പരിചയപ്പെടാം. കനേഡിയൻ മലയാളീസിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കാരണം കാനഡയിൽ മലയാളീസിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു ഫോൺ ചെയ്താൽ ആ ഫോൺ വിളിയുടെ അകലത്ത് ബോബൻ ചേട്ടനുണ്ട്. അപ്പോൾ ബോബൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ബോബൻ ചേട്ടൻ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന്? ഞാനൊരു ബിസിനസ്സാണ്. ഞങ്ങൾക്കൊരു ഡീലർഷിപ്പ് ഉണ്ട്. പിന്നെ ടോ ട്രക്കിൻ്റെ ഒരു ബിസിനസ് ഉണ്ട്, കൊളീഷൻ സെൻ്റർ ഉണ്ട്, റെൻ്റൽ കാറിൻ്റെ ബിസിനസ് ഉണ്ട്. അങ്ങനെ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് കാനഡയിൽ ടൊറൻറ്റോയിൽ ബ്രാംപ്ടണിൽ ഞങ്ങളുടെ ട്രിനിറ്റിയിൽ നിന്നാണ് അതിൻ്റെ മെയിനായിട്ട് ഉള്ള ഒരു സ്ഥലത്തിൻ്റെ ഇത്. അതിൻ്റെ ഡൗൺ ടൗൺ ഓട്ടോ കൊളീഷൻ, ഓഫ് വീൽ യൂസ് കാർ സൂപ്പർ സ്റ്റോഴ്സ്,
പിന്നെ ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റാണ് ഓക്ക്വിൽ മിറ്റ്സുബിഷി. അത് ഞങ്ങൾ മാർച്ചിൽ ഓപ്പൺ ചെയ്യാനാണ്. ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ടോ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ബോബൻ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ കൊടുക്കും വീഡിയോയിൽ. എന്താവശ്യം ഉണ്ടെങ്കിലും കോൾ ചെയ്താൽ മാത്രം മതി, ആൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു യൂസ്ഡ് കാർ ഷോറൂം ഉണ്ടല്ലേ ബോബൻ ചേട്ടാ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ ടൈപ്പ് വണ്ടികളുണ്ട്, എങ്ങനെ ഏത് റേഞ്ച് മുതലുള്ള വണ്ടികളുണ്ടെന്നൊക്കെ ഉള്ളത്. ഞങ്ങളുടെ അവിടെ എല്ലാ റേഞ്ചിലും ഉണ്ട്. അതായത് ഫെറാറി തൊട്ട് ടൊയോട്ട കൊറോള വരെയുള്ള എല്ലാ വണ്ടികളുണ്ട് അവിടെ. മെയിൻലി നമ്മൾ വാറണ്ടി അതെല്ലാം എല്ലാം തന്നെ കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സേഫ്റ്റി ഒക്കെ സർട്ടിഫൈ ആയിട്ടല്ലേ? സേഫ്റ്റി നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, ഇന്നോട്ട് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഫൈനാൻസ് കിട്ടാത്ത ആൾക്കാർക്കാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചിക്കാരനാണ്, നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, കൊച്ചി 1. ഈ നമ്പർ പ്ലേറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. പഴയ വണ്ടികൾക്ക് മുതൽ എല്ലാ വണ്ടികൾക്കും അല്ലേ. എത്ര നാളായി നമ്പർ പ്ലേറ്റ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6-7 വർഷമായിട്ടുണ്ടാവും. അതിന് എൻ്റെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന റേഞ്ച് റോവറിലായിരുന്നു, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓഡി Q7-ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് മാറ്റി. വണ്ടികളുടെ ലിസ്റ്റ് കേട്ടല്ലോ. അപ്പോൾ ഒരു ഓൾ ഇൻ ഓൾ ട്രൂ വണ്ടി ഭ്രാന്തനാണ്. വേറെ ബോബൻ ചേട്ടൻ്റെ ഒരുപാട് വണ്ടി റിലേറ്റഡ് സ്റ്റോറീസ് ഉണ്ടാകും, നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഒത്തിരി കഥകളുണ്ട്. ആളുടെ ഭയങ്കര ഒരു വണ്ടി ഭ്രാന്തൻ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ വണ്ടി ഫീൽഡിലാണ്. അതെ ചേട്ടാ, ഈ വണ്ടി നമുക്കൊന്ന് ഓഫ് റോഡിങ് കൂടെ തരണം കേട്ടോ. ഒരു സ്നോ ഒക്കെ ഉള്ള ഒരു ദിവസം നമുക്ക് എടുക്കാം. ഇത് ഓഫ് റോഡിനെ പറ്റിയ വണ്ടിയാണ്, ഓഫ് റോഡറാണ്. നമുക്ക് ഒരു ദിവസം ഓഫ് റോഡും കൂടെ പോകാൻ തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തരും. ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാല് എന്താ മോനെ എന്ന് ചോദിച്ചോണ്ടാണ് തുടങ്ങുന്നത് തന്നെ. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാല് അത് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. നല്ലതാണ്, അത് ഇത് അതിന് പറ്റിയ വണ്ടിയാണ്. തന്നെ ബോബൻ ചേട്ടൻ്റെ ഷോറൂമിൽ നിന്ന് നമ്മൾ കിടിലം വണ്ടികളുണ്ട്. ഇതുപോലെ വണ്ടികൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. എല്ലാവരും ബോബൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ടോയിങ്ങോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കോ വണ്ടി വാങ്ങാനാണെങ്കിലോ എന്താവശ്യത്തിനും ബോഡി ഷോപ്പ് ഉണ്ട്. വണ്ടിയുടെ A to Z ഫസ്റ്റ് നെയിം ബോബൻ ചേട്ടനെ മനസ്സിൽ വെച്ചോളൂ. ഫോൺ ചെയ്യുക, നമ്പറും ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ ഇതേ താഴെയുണ്ട്. ബോബൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലൊരു വണ്ടി, അതെ, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് വണ്ടി, വളരെ റെയർ ആയിട്ടുള്ളൊരു വണ്ടി, അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയത് തന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ബോബൻ ചേട്ടനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം, താങ്ക് യു. എന്തായാലും നിങ്ങളിത് ചൂസ് ചെയ്തതിൽ എനിക്ക് തന്നെ ഡ്രീമായിരുന്നു എൻ്റെ വണ്ടി മേടിക്കണം. ഇനി ഇതിന് മുകളിലൊരു ഡ്രീം പറയാൻ പറ്റുമോ? ഇതിന് മുകളിലൊരു ഡ്രീം ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത അത് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നില്ലെങ്കിൽ അതെ അതെ അതെ, അത് നമുക്ക് പിന്നീട് റിവീൽ ചെയ്യാം, ഇപ്പൊ അത് പറയണ്ട. പണ്ട് ബോബൻ ചേട്ടൻ ഓക്വില് ഷോറൂം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എടാ ഒരു സസ്പെൻസ് ഉണ്ട്, ഞാൻ പറയില്ല, അത് വേറെ ആരും ചെയ്യാത്തൊരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷോറൂം തുടങ്ങിയപ്പോൾ അത് മനസ്സിലായി എന്തായിരുന്നു സസ്പെൻസ് എന്നുള്ളത്. അതുപോലെ ഇനിയും വണ്ടികൾ, പുതിയ പുതിയ വണ്ടികൾ വരും. അപ്പോൾ നമുക്ക് ആ വണ്ടികളൊക്കെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ജി വാഗണിൻ്റെ ഡീറ്റെയിൽസ്, G63 AMGയുടെ ഡീറ്റെയിൽസ് കണ്ടു. സൂപ്പർബ് വണ്ടിയാണ്. അതായത് ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ട്, ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉണ്ട്, ആൻഡ് ലക്ഷറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലക്ഷറിയാണ്. സോ ഇത്രയും പെർഫോമൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ G550 AMG എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പറയുകയാണെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ G63 AMG തന്നെ എടുക്കണം. ഇതൊരു വേറെ ലെവൽ വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2020 Mercedes-Benz G63 G വാഗണിൻ്റെ റിവ്യൂസ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അടിപൊളി ഇതുപോലത്തെ അടിപൊളി വണ്ടീസൊക്കെ ആയിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you in the next video. Bye bye. Bye bye.